വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ദ ഫ്ലൈ ബൈ കാതറിൻ മാൻസ്ഫീൽഡ് എന്ന വർക്കിനെ പറ്റിയിട്ടാണ് ഇന്നിവിടെ പറയാൻ പോകുന്നുള്ളത്. സോ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മോഡേണിസ്റ്റ് മൂവ്മെൻറ്റിൽ നിന്ന് മെനി വർക്ക്സ് പോലെയുള്ള ദ ഫ്ലൈ എന്നത് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് ഒരു ട്രാജഡി, മാസീവ് ഇവൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ വാർ പോലെയുള്ള ട്രാജഡി എങ്ങനെയാണ് ലാസ്റ്റിംഗ് ഗ്രീഫ് ക്രിയേറ്റ് ചെയ്തത് എന്നതാണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ഇവിടെ ബോസിൻ്റെ സണ്ണ് എന്നുള്ളത് ഒരു സോൾജറാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മരണം എന്നുള്ളത് അത് ബാധിക്കുന്നുള്ളത് ഒരു മനുഷ്യനെ മാത്രമല്ല, പകരം എൻ്റയർ കോസ് ഓഫ് ഹിസ് ബിസിനസ്, അവൻ്റെ ബിസിനസ്സിനെ മൊത്തം അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ഡാമേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ബോസിൻ്റെ സണ്ണിൻ്റെ ഡെത്ത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെയൊക്കെ മൊത്തത്തിൽ ബാധിക്കുകയാണ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ അബിലിറ്റി ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇൻ കാതറിൻ മാൻസ്ഫീൽഡ് ഷോർട്ട് സ്റ്റോറി ദ ഫ്ലൈ എന്നുള്ളത് അതിൻ്റെ ആ ഒരു ടൈറ്റിൽ റെഫർ ചെയ്യുന്നുള്ളത് ടു ദ ഫ്ലൈ ദാറ്റ് സിംബലൈസ് ഡെത്ത്, ഗ്രീഫ്, പ്രിസവറൻസ്. ഈ ഒരു ഫ്ലൈസ് സ്ട്രഗിൾസ് ടു സർവൈവ് ഇൻ ഇങ്ക് ഓൾസോ റിപ്രസെൻറ്റ് ദ ബോസ് ഗ്രീഫ് ഓവർ ഹിസ് സൺസ് ഡെത്ത്. ഈ ഒരു ഫ്ലൈസിൻ്റെ സ്ട്രഗിൾസ്, സർവൈവ് ചെയ്യാനുള്ള സ്ട്രഗിൾസ് റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് ബോസിൻ്റെ മകൻ്റെ ഇടത്തിലുള്ള ആ ഒരു ഗ്രീഫിനെയാണ് റീപ്രസെൻ്റ് ചെയ്യുന്നുള്ളത്. ദ ഫ്ലൈ വിച്ച് ദ ബോസ് ഈസ് ഫീഡിങ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സിമ്പിൾ യൂസ്ഡ് ഇൻ ദ സ്റ്റോറി ടു ഡെപ്പിക്റ്റ് ദ തീം. ബോസ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ സെക്രട്ടറീനെ വിളിക്കുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഫ്ലൈസ് ഡെത്ത് ഈസ് എ ഗുഡ് റിപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡെത്ത് ഓഫ് ഹിസ് സണ്ണ്. The boss is deeply surprised and saddened by the fly's death. ഈ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് തന്നെ ബോസിൻ്റെയും അതുപോലെ തന്നെ വുഡ്ഫീൽഡിൻ്റെയും ഇടയിലുള്ള സംസാരത്തിലൂടെയാണ് ഈ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യുന്നുള്ളത്. വുഡ്ഫീൽഡ് ഇമ്മീഡിയറ്റ്ലി അപ്പിയർ ചെയ്യുന്നുള്ളത് ടു ബി എ വൾണറബിൾ എൽഡർലി മാനായിട്ടാണ്. whose physical ailments leave him at the mercy of his family direction. The narrator plays Woodfield's infirmity against the boss' youthful strength. Woodfield's esteem for the boss sets up the boss as a visually powerful and authoritative character. The Fly എന്ന ആ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത് 1922 ഫെബ്രുവരിയിലാണ്. ഈ ഒരു വർക്കിൽ പ്രൈമർലി കൺസേൺ ചെയ്യുന്നുള്ളത് ദ ലോസ് ഓഫ് എ യങ് ബ്രിട്ടീഷ് സോൾജിയർ ഇൻ വേൾഡ് വാർ ഫസ്റ്റിൽ മരണപ്പെട്ടിട്ടുള്ള യങ് ബ്രിട്ടീഷ് സോൾജറെ പറ്റിയിട്ടാണ് പ്രൈമർലി കൺസേൺ ചെയ്യുന്നുള്ളത്. ആൻഡ് ദ എഫക്റ്റ് ഓഫ് ഹിസ് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണത്തിൻ്റെ എഫക്റ്റ്, ആരിലുള്ള അദ്ദേഹത്തിൻ്റെ ഫാദറിലുള്ള ആ ഒരു എഫക്റ്റിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി പ്രൈമർലി കൺസേൺ ചെയ്യുന്നുള്ളത്. 1923 മാൻസ്ഫീൽഡിൻ്റെ ഡെത്ത് 34 വയസ്സിലാണ് ഉണ്ടായിട്ടുള്ളത്. ദ ഫ്ലൈ വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഡോവ്സ് നെസ്റ്റ് ആൻഡ് അതർ സ്റ്റോറീസ്, എ കളക്ഷൻ ഓഫ് ഹെർ മോസ്റ്റ് റീസെൻറ്റ് ഷോർട്ട് സ്റ്റോറീസ്. അവൾ ജനിച്ചിട്ടുള്ളത് 1858 വെല്ലിംഗ്ടൺ, ന്യൂസിലൻഡിലാണ്. കാതറിൻ മാൻസ്ഫീൽഡ് പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് 19 വയസ്സിൽ കരിയർ ആസ് എ റൈറ്ററായിട്ട് 19 വയസ്സിൽ ഇംഗ്ലണ്ടിലേക്ക് മൂവ് ചെയ്യുകയാണ്. റൈറ്റിംഗ് ലിറ്റററി സ്കെച്ചസ് ലീഡ് ചെയ്യുന്നുള്ളത് ക്രാഫ്റ്റിംഗ് റിമാർക്കബിൾ ഷോർട്ട് സ്റ്റോറിയിലേക്കാണ്. ഫോർ വിച്ച് ഷീ ഈസ് ബെസ്റ്റ് നോട്ടഡ് ഫോർ ദർ കോംപ്രഷൻ ആൻഡ് അണ്ടർസ്റ്റേറ്റ്മെൻറ്റ് ഇൻ എക്സാമിനിങ് കോംപ്ലക്സ് ഇമോഷൻസ് ആൻഡ് ഡെവലപ്പിംഗ് profound themes. Mansfield's short stories greatly influenced the shape of the short story in 20th century. 20th centuryയിൽ തന്നെ മാൻസ്ഫീൽഡിൻ്റെ ഷോർട്ട് സ്റ്റോറി എന്നുള്ളത് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു എന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ സെൻട്രൽ തീം എന്നുള്ളത് ഡെത്ത്, ഗ്രീഫൊക്കെയാണ്. ദ ഫ്ലൈ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മോഡേണിസ്റ്റ് ഫിക്ഷൻ. Also significant, the boss and his struggles with grief.
In Katherine Mansfield's short story The Fly, Mr. Woodfield is a retired gentleman who visits his former boss for company. He is a foil to the boss's busy but empty life. Role in the story: survivor. Woodfield is a survivor who has reclaimed his independence after a stroke. Lighthearted. Woodfield is a lighthearted foil to the boss's grief. Content. Woodfield is more content than the boss because he focuses on the present moment. Helps the boss. Woodfield tries to help the boss cope with the loss of his son by reassuring him about the quality of his final resting place. Other characteristics. Woodfield is forgetful, dim-eyed, and shrunken. He spends most of his days stuck in the house. He is bossed around by his wife and daughters. He admires how the boss has maintained his youthful vigor despite his age. He takes back his freedom and overcomes his situation every Tuesday when he is allowed to go out without a caretaker. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മറ്റേതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ടോപ്പിക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക.